എടാ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വീഡിയോ ആണിത്. ഈ വീഡിയോയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. കാരണം ഈ വീഡിയോ സ്പോട്ട് അഡ്മിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്പോട്ട് അഡ്മിഷനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് സ്പോട്ട് അഡ്മിഷൻ, എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നത്തേക്ക് കാണും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള 100% നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന അത്രയും ഷുവർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ അത്യാവശ്യം ലോങ് ആയിരിക്കും, കാരണം ഇതിന്റെ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ വേണ്ടിയിട്ട് മക്കളെ ശ്രമിക്കുക. കാരണം അത്രയും ക്ലാരിറ്റിയോടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് നമ്മുടെ അഡ്മിഷൻ കിട്ടാതെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. സ്പോട്ട് അഡ്മിഷനെ പറ്റിയിട്ടുള്ള എല്ലാ ക്ലാരിറ്റിയും അവർക്ക് കൂടി കിട്ടട്ടെ. പിന്നെ അതിനെല്ലാം അപ്പുറം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന മക്കള് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ പഠനവുമായി ബന്ധപ്പെട്ട ടിപ്സുകൾ, അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. സോ നിങ്ങൾക്ക് വളരെ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ചാനലായിരിക്കും. ഞാൻ നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോ സ്പോട്ട് അഡ്മിഷൻ നിലവിലെ ഈ വർഷത്തെ സാഹചര്യം ഞാനൊന്ന് പറയാം. നിലവിൽ നമ്മുടെ മെയിൻ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം 2 സപ്ലിമെന്ററി അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നീട് നമുക്കൊരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കഴിഞ്ഞു, അതിന്റെ അഡ്മിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫറിന്റെ റിസൾട്ടും വന്നു, അതിന്റെ അഡ്മിഷൻ നെക്സ്റ്റ് ദിവസങ്ങളിൽ അതും കംപ്ലീറ്റ് ആവും. ഇനിയുള്ള ഒരേ ഒരു ചാൻസ് സ്പോട്ട് അലോട്ട്മെന്റ് ആണ്. അപ്പൊ ഇനി സ്പോട്ട് അലോട്ട്മെന്റ് മാത്രമേ കാണുവോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട്, എടാ മക്കളെ, നിലവിൽ ഏകദേശം ഒരു 30,000-ലധികം സീറ്റ് വേക്കന്റ് ആയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇനി ഒരു സപ്ലിമെന്ററിക്ക് കൂടി അവര് ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സ്പോട്ട് അലോട്ട്മെന്റ് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഒഫീഷ്യൽ സർക്കുലർ വന്നാൽ മാത്രമേ ഇനി സപ്ലിമെന്ററി ഉണ്ടാകുമോ, ഇനി സ്പോട്ട് ആയിരിക്കുമോ വരുന്നതെന്ന് പറയാൻ കഴിയുന്നത്. എന്തായാലും 10-ാം തീയതിയാണ് നമ്മുടെ സെക്കൻഡ് ട്രാൻസ്ഫർ പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ടത്. 11-ാം തീയതി വരെയാണ് അഡ്മിഷന്റെ ടൈം. 11-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ടൈം. അപ്പൊ ഈ ഒരു ടൈം കഴിയുമ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ സ്പോട്ടിന്റെ സർക്കുലർ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അത് കൂടാണ്ട് വേണമെങ്കിൽ തേർഡ് സപ്ലിമെന്ററിയും കൂടെ, 2 സപ്ലിമെന്ററി കഴിഞ്ഞു, തേർഡ് സപ്ലിമെന്ററിയും കൂടെ വരാം. അതിനുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ എല്ലാവർക്കും കിട്ടുക എന്നുള്ളൊരു ധാരണയിലാണ് ഇത് നടത്തുന്നത്. തേർഡ് സപ്ലിമെന്ററി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും തേർഡിന് അപ്ലൈ ചെയ്യാം. അതും കഴിഞ്ഞ് വീണ്ടും സീറ്റ് വേക്കന്റ് ആണെങ്കിൽ സ്പോട്ടിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ തേർഡ് സപ്ലിമെന്ററി വിളിക്കുകയാണെങ്കിലും എടാ മക്കളെ, അഡ്മിഷൻ കിട്ടാത്ത എല്ലാ മക്കൾക്കും തേർഡ് സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇല്ല. സപ്ലിമെന്ററി ആണ് വിളിക്കുന്നതെങ്കിൽ ഇല്ല. ഇനി നമുക്ക് സ്പോട്ടിലേക്ക്, എന്താണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. എടാ, നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടെ ലഘൂകരിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് VHSCയുടെ സ്പോട്ട് അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം, അതനുസരിച്ചിട്ട് ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലും ഇത് പ്രകാരമാണ് അഡ്മിഷൻ നടക്കുന്നത്. HSCയിലും ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ സർക്കുലർ വരണം. അപ്പൊ ഇതൊരു ഈ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രൊസീജിയേഴ്സിന്റെ രീതിയിലായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയൂ. സർക്കുലർ ഉടൻ തന്നെ വരും. അപ്പൊ അത് വരുന്ന സമയത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പൊ എന്താ സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്? ഞാനിപ്പോ പറഞ്ഞു, ഏകദേശം 30,000 സീറ്റുകൾ. ഇപ്പൊ തേർഡ് സപ്ലിമെന്ററി ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക. തേർഡ് സപ്ലിമെന്ററി വരുവാണെങ്കിൽ ഇതേ കാര്യങ്ങൾ അവിടെയും ബാധകമായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു 30,000-ഓളം വരുന്ന സീറ്റുകൾ വേക്കന്റ് ആയിട്ട് സ്റ്റിൽ കിടപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒത്തിരി വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കൂടുതലുള്ള ജില്ലകളിൽ വേക്കൻറ്റ് സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ ഒരു തെക്കൻ ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ജില്ലകളിലൊക്കെ വേക്കൻറ്റ് സീറ്റുകൾ കൂടുതലാണ്. നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വേക്കൻറ്റ് സീറ്റുകളുടെ എണ്ണം അറിയാൻ വേണ്ടി കഴിയും. അവിടെ എല്ലാം ഏകദേശം ഒരു 30,000-ലധികം സീറ്റ് വേക്കൻ്റ് ആണ്. പക്ഷെ വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ, ഇവൻ മലപ്പുറം അങ്ങനെയുള്ള ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ സീറ്റുകളുടെ എണ്ണം, വേക്കൻറ്റ് സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അവിടെ അപ്ലൈ ചെയ്യാനുള്ള കുട്ടികൾ, അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു അന്തരം, ഈ ഒരു റേഷ്യോയിലുള്ള ഒരു വ്യത്യാസം നിലനിൽപ്പുണ്ട്. അതൊരു വാസ്തവമാണ്. അതിനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഗവൺമെന്റ് അഡീഷണൽ ആയിട്ട് ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് ബാച്ചുകൾ അനുവദിച്ചതുകൊണ്ട് ഇനി അഡീഷണൽ ബാച്ചുകളൊന്നും അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ല. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. ഇനി അപ്പൊ വേക്കൻറ്റ് സീറ്റുകൾ എത്രയാണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഈ ട്രാൻസ്ഫറോട് കഴിഞ്ഞ് ഓരോ സ്കൂളിലും എത്രമാത്രം സീറ്റുകൾ വേക്കൻ്റ് ആണ്. അതായത് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കൊക്കെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. അത് പ്രകാരം നിലവിലുള്ളത് വെച്ചിട്ട് ഓരോ സ്കൂളിലുമുള്ള വേക്കൻറ്റ് സീറ്റുകളുടെ എണ്ണം കുറയും. ഓക്കെ, ചില സ്കൂളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ ഓരോ സ്കൂളിലും ഓരോ സബ്ജക്റ്റിലും എത്രമാത്രം സീറ്റ് വേക്കൻ്റ് ആണ് എന്നുള്ളത് ഗവൺമെന്റ് ഒന്നുകൂടി പബ്ലിഷ് ചെയ്യും. അതായത് വേക്കൻറ്റ് സീറ്റുകൾ, വേക്കൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എവിടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും നാള് വേക്കൻറ്റ് സീറ്റുകളെ ലിസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നത് HSCAP-ലല്ലായിരുന്നു. ഇപ്പോഴും HSCAP-ൽ തന്നെയായിരിക്കും അത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ HSCAP-ൽ വേക്കൻറ്റ് സീറ്റുകൾ പബ്ലിഷ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഈ സ്കൂളുകൾ, അതായത് വേക്കൻറ്റ് സീറ്റുകളുള്ള സ്കൂളുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ സീറ്റ് വേക്കൻ്റ് ആണോ എന്ന് നോക്കുക, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളിൽ സീറ്റ് വേക്കൻ്റ് ആണോ എന്ന് നോക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യം ഒന്ന് ഉറപ്പുവരുത്തുക, ഏതൊക്കെ സ്കൂളിൽ സീറ്റ് വേക്കൻ്റ് ആണ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ആ വേക്കൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അതായത് ഇവിടെ മക്കളെ, ഇപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ വിളിക്കും. അതായത് HSCAP-ൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ ചെയ്തതിന് ശേഷം അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ വഴിയിട്ടായിരിക്കും. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ്, അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ സപ്ലിമെന്ററിക്കായാലും ട്രാൻസ്ഫറിനായാലും അപ്ലൈ ചെയ്തത്. സോ ആ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ചെയ്യുക, അതിനുശേഷം അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടല്ലോ ഏതൊക്കെ സ്കൂളിലാണ് വേക്കൻറ്റ് സീറ്റ് ഉണ്ടായിരുന്നതെന്ന്. ആ സ്കൂളുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വേക്കൻറ്റ് സീറ്റുകളുള്ള എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു സ്കൂളല്ല, രണ്ട് സ്കൂളല്ല, എത്ര സ്കൂളുകൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ നിലവിൽ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് പോയി വരാൻ കഴിയുന്നു. ഇപ്പൊ നമുക്ക് ഫേവറേറ്റ് സ്കൂളുകളൊന്നും ഇനി ഉണ്ടാവില്ലടാ മക്കളെ. അപ്പൊ നിങ്ങൾ ഫേവറേറ്റ് സബ്ജക്റ്റും ഉണ്ടാവണമെന്നില്ല. അപ്പൊ മക്കള് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പോയി വരാൻ കഴിയുന്ന, എനിക്ക് ഇത്രയും ദൂരം വരെ പോകാൻ പറ്റും, എന്റെ മാക്സിമം ഇത്രയും നിങ്ങൾക്ക് പറ്റും എന്നുള്ള സ്കൂളുകളിലേക്കെല്ലാം അപ്ലൈ ചെയ്യുക. അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകണം. അതാണ് ഒരു കാര്യം. അപ്പോ വേക്കൻറ്റ് സീറ്റുകളുള്ള സ്കൂളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ആ സ്കൂളിൽ എന്തുണ്ടായിരിക്കണം? വേക്കൻ്റ് ആയിട്ട് സീറ്റുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനൊരു 2-3 ദിവസം ഗവൺമെന്റ് നമുക്ക് തരും. ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരിക്കും ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഗവൺമെന്റ് ഇത് ഈ അലോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആപ്ലിക്കേഷൻസുകൾ അവരൊന്ന് പരിശോധിക്കുകയും അതിൽ ആപ്ലിക്കേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായോ? അപ്ലൈ ചെയ്യാനുള്ള എല്ലാം എടുത്തു വെച്ചു, പക്ഷെ എല്ലാം ആഡും ചെയ്തു, പക്ഷെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻസ് കുറെ ഉണ്ടായിരുന്നു. കാരണം എല്ലാ വർഷങ്ങളും ഇത് സംഭവിക്കുന്നതാണ്. ഈവൻ ഇപ്പോഴത്തെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിലാണെങ്കിലും 20,000 വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ട് 20,000-ലധികം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ട് 19,000 വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ മാത്രമേ അവർ കൺഫേം ചെയ്തിട്ടുള്ളൂ, അതായത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയും വിദ്യാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോ ആരൊക്കെയാണോ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ ഗവൺമെന്റ് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവർ. എന്നിട്ട് അത് പ്രകാരം ഗവൺമെന്റ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഇടും. അതായത് ഓരോ സ്കൂളിലെയും നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഓരോ സ്കൂളിലെയും നിങ്ങളുടെ റാങ്ക്
കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സ്കൂളിൽ എന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളിൽ വെച്ചിട്ട് എൻ്റെ റാങ്ക് ഒരു 10 ആണെന്ന് വിചാരിക്കുക. അവിടെ 15 സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. 10 എന്തായാലും എനിക്ക് ആ സ്കൂളിൽ സീറ്റ് കിട്ടുകയോ എനിക്ക് അഡ്മിഷൻ കിട്ടുകയോ. പിന്നെ വേറൊരു സ്കൂളിൽ എന്ന് പറയുന്ന സ്കൂളിൽ എനിക്ക് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 25 വിചാരിക്കുക. അവിടെ ഒരു 10 സീറ്റ് മാത്രമേ വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നും വിചാരിക്കുക. അപ്പൊ എന്തായാലും എനിക്ക് ആ സ്കൂളിൽ സീറ്റ് കിട്ടത്തില്ല, അല്ലെ? അപ്പൊ അതാണ് ഒരു കാര്യം. ഇനി അതുപോലെ എന്ന് പറയുന്ന സ്കൂളിൽ എന്റെ റാങ്ക് എന്ന് പറയുന്നത് 3. അവിടെ 10 സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 സ്കൂളിലെ വേക്കൻസി എന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരം എനിക്ക് 2 സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത് അവിടേക്ക് നമുക്ക് ചേരാം, അവിടേക്ക് നമുക്ക് പോകാം. അതെങ്ങനെയാണ്? നമുക്ക് ഗവൺമെന്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു ടൈം തരും ഈ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരം. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ആദ്യം, ഉദാഹരണം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ശനിയാഴ്ചയാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നതെന്ന് വിചാരിക്കാം. തിങ്കളാഴ്ച മുതൽ നിങ്ങൾ 10 മണിക്ക് ആ സ്കൂളിൽ ഹാജരാകാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, അതായത് നമ്മുടെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നമ്മുടെ SSLCയുടെ മാർക്ക് ലിസ്റ്റ്, നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ ഫോട്ടോസ്, അതോടൊപ്പം തന്നെ നമ്മുടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് ബോണസ് മാർക്ക് കിട്ടിയിരുന്ന കുറെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ LSSന്റെ അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അല്ലെങ്കിൽ SPC പോലുള്ള കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റും എല്ലാ ക്ലബ് സർട്ടിഫിക്കറ്റും എല്ലാം നമ്മുടെ എല്ലാ രേഖകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്കൂളിൽ പോകണം. എന്നിട്ട് നമ്മൾ പ്രിൻസിപ്പലിന്റെ അടുക്ക് ചെന്ന് സ്പോട്ട് അഡ്മിഷന്റെ കാര്യം പറയുക. ഈ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുക. ഇത് പ്രിൻസിപ്പൽ എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പൊ രാവിലെ ഒരു 10 മണിക്കാണ് നിങ്ങൾ കൊടുക്കുക. 10 മുതൽ 11, 11:30 വരെ അങ്ങനെ ഒരു ടൈം പീരീഡ് എന്തായാലും തരും. അതിനുശേഷം ഒരു 12 മണി, 1 മണിക്ക് ശേഷമായിരിക്കും ഇതിന്റെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് ഈ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ വെച്ചിട്ട്, നമ്മൾ ആ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരമാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമ്മുടെ അതിലേക്ക് അലൗട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. ഇനി ചില സ്കൂളിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ 2 സ്കൂളിൽ കിട്ടി. ഒരു സ്കൂളിൽ എന്റെ റാങ്ക് 10ഉം ഒരു സ്കൂളിൽ എന്റെ റാങ്ക് 2ഉം ആയിരുന്നു. അപ്പൊ ഞാൻ 2 റാങ്കുള്ള സ്കൂൾ, എന്റെ രണ്ടാമത്തെ റാങ്കുള്ള സ്കൂളിലാണ് ഞാൻ പോയത്. അപ്പൊ നോർമലി എന്റെ വേറൊരു സ്കൂളിൽ എനിക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടുമായിരുന്നു, അല്ലെ? പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു സീറ്റ് വേക്കന്റ് ആയിട്ട് വരത്തില്ലേ? അപ്പോ റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്ന മാക്സിമം കുട്ടികൾ ആ സ്കൂളിലേക്ക് പോകാൻ ശ്രമിക്കുക. കാരണം ഒരു കുട്ടി അവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ, റാങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന ലെവലുള്ള ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സീറ്റ് വേക്കന്റ് ആവും. സീറ്റ് വേക്കന്റ് ആയി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള റാങ്കുകളെ പരിഗണിക്കും. അപ്പോ അലോട്ട്മെന്റ് വെയിറ്റിംഗ് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. അഡ്മിഷൻ സമയത്ത് നമ്മളുടെ റാങ്ക് ഏകദേശം അടുത്തടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോവുക. ഇനി 2 സ്കൂളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് 2 സ്കൂളിലും പോകാം. ഒരു സ്കൂളിൽ നമുക്ക് ഒരു പേരന്റിനെ വിടാം, മറ്റേ സ്കൂളിൽ നമുക്ക് ഒരു വിദ്യാർത്ഥിയും മറ്റേ പേരന്റോടൊപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ. സാധാരണ ഇതിൽ ഒരു കുട്ടികൾ ഒരു സ്കൂൾ തന്നെ, ഇപ്പൊ റാങ്ക് ഏറ്റവും വേക്കൻറ്റ് സീറ്റ് 10 അതിനകത്തൊരു 5ാമത്തെ റാങ്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്കൂളിൽ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മുടെ വേക്കൻസി സീറ്റുകൾ നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ വേക്കൻസി സീറ്റുകളുടെ എണ്ണത്തിന്റെ ഉള്ളിൽ നമ്മുടെ റാങ്ക് വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും. അപ്പൊ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ എന്താ ചെയ്യേണ്ടത്? അഡ്മിഷന് നിങ്ങളെ ഹാജരാക്കേണ്ട കുറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇത് കൃത്യമായിരിക്കണം. ഇത് നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിലോ നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിക്കും. അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ഒരു ടൈം പീരീഡ് കൊടുക്കും. ആ ടൈം, അതായത് ഒരു 2-3 മണിക്കൂറാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിനു ശേഷം സ്കൂളിലെ പ്രിൻസിപ്പൽമാരും ബാക്കി ഓഫീസേഴ്സും ഇത് പരിശോധിച്ച് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ, വെയിറ്റിംഗ് ലിസ്റ്റ് നിങ്ങളുടെ വേക്കൻസിയുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അഡ്മിഷൻ വരുന്നത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആക്കി വെക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ, നിങ്ങളുടെ വേക്കൻസി ലിസ്റ്റ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ 10 വേക്കൻസി ആണ് ഒരു സ്കൂളിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 4ാമത്തെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ സീറ്റ് കിട്ടും, അഡ്മിഷൻ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമായിട്ട് സ്കൂളിലോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് നിങ്ങളോട് അവിടെ റിപ്പോർട്ട് ചെയ്യാനായിരിക്കും പറയുന്നത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളും എല്ലാവരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും.
എന്നിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ്, കൃത്യമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണോ, ഈ വ്യക്തി തന്നെയാണോ വന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 1 മണിക്ക് ശേഷം നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും, വേക്കൻസി സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇനി അഡ്മിഷൻ സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിലോ അഡ്മിഷൻ ലഭിക്കാത്തൊരു സിറ്റുവേഷൻ കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വെക്കുക. ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി സ്പോട്ടിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല, ഈ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരാം. സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ കഴിയാത്തവരാരൊക്കെയാണ്? എടാ മക്കളെ, നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, HSCയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ നിങ്ങളുടെ പേര് വന്നു പക്ഷെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്കും സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ സർക്കുലർ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സാധാരണഗതിയിലെ കാര്യമാണ് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അലോട്ട്മെന്റിൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയൂ. ഇനി ട്രാൻസ്ഫർ കിട്ടിയിട്ട് മാറിയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ഇഷ്ടപ്പെടാത്ത സ്കൂൾ, ഇഷ്ടപ്പെടാത്ത കോഴ്സ് ഒക്കെ ആയിരിക്കും. ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും പറ്റില്ല. നിലവിൽ ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല സ്പോട്ട് അഡ്മിഷൻ. ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കാര്യം ക്ലിയർ ആയി. ഇനി VHSCയിലുള്ള വിദ്യാർത്ഥികൾക്ക് HSCയിലേക്ക് മാറാൻ കഴിയുമോ? സ്പോട്ട് വഴി മാറാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ VHSCയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു, കുഴപ്പമൊന്നുമില്ല. HSCയിൽ നിങ്ങളുടെ അലോട്ട്മെന്റിൽ പേര് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്പോട്ടിൽ HSCയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ VHSCയിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് HSCയിലോട്ട് മാറുക. അല്ലാതെ VHSCയിൽ അഡ്മിഷൻ എടുത്തു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് HSCയിൽ സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥ ഉണ്ടാവില്ല. HSCയിലെ അലോട്ട്മെന്റിൽ നിങ്ങൾ പേര് വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ, ഈ ഒരു കാര്യം, ഈ ഒരു മാനദണ്ഡം മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അതായത് HSCയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഗവൺമെന്റിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, ഇതില്ലെങ്കിൽ എന്താ ഓപ്ഷൻ? നിങ്ങൾക്ക് പ്രൈവറ്റ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഇതുവരെ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ടൊരു ഓപ്ഷൻ മാത്രമേ ഇനി നമ്മുടെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കുള്ളൂ. ഏകദേശം ഒരു 30,000-ഓളം സീറ്റ് വേക്കന്റ് ആയതുകൊണ്ട് തന്നെ പല സ്കൂളിലാണ്, പല ജില്ലകളിലാണ്, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് സ്പോട്ട് അഡ്മിഷനിലുള്ളത്. ഓക്കെ, ഇനി വിദ്യാർത്ഥികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സ്പോട്ട് അഡ്മിഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്? സ്പോട്ട് അഡ്മിഷൻ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അതായത് SSLCയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്, നിങ്ങളുടെ ബോണസ് പോയിന്റ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത്, ബോണസ് പോയിന്റ് പല രീതിയിൽ നിങ്ങൾക്ക് കിട്ടാം, അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു WGPA വരുന്നത്. ഈ WGPയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സ്പോട്ട് അലോട്ട്മെന്റും വരുന്നത്. ഓക്കെ, അവിടെ നിങ്ങളുടെ മാർക്കാണ് ബാധകമാകുന്നത്. ഓക്കെ, അല്ലാണ്ട് നമുക്കൊന്നും തന്നെ അതിൽ വരുന്നില്ല. മാർക്കിന്റെ ബേസിലായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റും വരുന്നത്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോ കുട്ടികളിലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അങ്ങനെയായിരിക്കും സ്പോട്ട് അഡ്മിഷനും വരുന്നത്. ഓക്കെ, സ്പോട്ട് അഡ്മിഷന്റെ ഒഫീഷ്യൽ സർക്കുലർ വന്നിട്ടില്ല. ഈ സർക്കുലർ വരുന്ന മുറയ്ക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഡീറ്റെയിൽസ് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സർക്കുലർ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സർക്കുലർ വന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ സ്നേഹവും, നിങ്ങളുടെ ഡൗട്ട്സുകളും, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ അതും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ സ്നേഹമാണ് പുതിയ പുതിയ വീഡിയോസ് വളരെ പ്യുവറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു ഊർജ്ജം. ഓക്കെ, അപ്പൊ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുക. അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മളും പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കത് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്ക് ഒരാൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും.
നിങ്ങളുടെ WGPയുടെ നിങ്ങളുടെ മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്പോട്ട് അഡ്മിഷൻ വരുന്നത്. അവിടെ നിങ്ങൾ മറ്റൊന്നും ബാധകമല്ല. ഓക്കെ,